ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദ ടേസ്റ്റ് ഓഫ് കേരളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു നാടൻ പലഹാരമാണ്. നല്ല മഴയുള്ള സമയത്ത് എല്ലാവരും കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു നാടൻ പലഹാരമാണ്. നല്ല ചൂട് പരിപ്പുവടയും കട്ടൻ ചായയും. അപ്പം നമുക്ക് പരിപ്പുവട ഉണ്ടാക്കിയാലോ? ഇനി നമുക്ക് പരിപ്പുവടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എൻ്റെ മെഷറിംഗ് കപ്പിന് 3/4 കപ്പ് പീസ് പരിപ്പും 1/4 കപ്പ് തുവരപ്പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. ഇത് 4 മണിക്കൂർ കുതിർത്ത ശേഷം വെള്ളം വാലാനായിട്ട് വെച്ചിരിക്കുകയാണ്. ചെറിയ ഉള്ളി 10 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പച്ചമുളക് 6 എണ്ണം, ഉണക്കമുളക് 3 എണ്ണം, കായം 1 നുള്ള്, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, പെരിഞ്ജീരകം 1 നുള്ള്, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ആദ്യം നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഫൈൻലി ചോപ്ഡ് ആ ഒരു പരുവത്തിൽ എടുക്കണം. ഞാൻ ഇതിൽ കറിവേപ്പിലയും കൂടെ അരിഞ്ഞാണ് ഇടുന്നത്. പിന്നെ നമുക്ക് ഉണക്കമുളകും കൂടെ അരിഞ്ഞെടുക്കണം. അത് ഞാനെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വെള്ളം വാലാനായിട്ട് വെച്ചിരിക്കുന്ന പരിപ്പ് ഒന്ന് ചതച്ചെടുക്കാം. പരിപ്പ് വടയ്ക്ക് ഒരുപാട് അരയേണ്ട കാര്യമില്ല, ചതഞ്ഞ് കിട്ടിയാൽ മതി. പാകത്തിന് ഞാൻ അരച്ചെടുത്തു. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റുവാണ്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുകയാണ്. ഇത് ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തു. കായം അത് 1 നുള്ളിലാണ് ചേർത്തത്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വരണം. മൂക്കാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പരിപ്പുവട പൊട്ടിപ്പോവും. നമ്മൾ ഓരോ ഉരുളകളായിട്ട് എടുക്കുക. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പരിപ്പുവടയുടെ ആ ഒരു സൈസ് അനുസരിച്ച് നമ്മൾ ഉരുളകൾ ഉണ്ടാക്കുക. എന്നിട്ട് അത് നമ്മുടെ കൈപ്പത്തിയിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പരിപ്പുവടയുടെ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഓരോ ഉരുളകളാക്കി എടുത്ത് പ്രസ് ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം. പരിപ്പുവട ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി വേറൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല ചൂടി പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.